ഈ കാലഘട്ടത്തിൽ എല്ലാ നാടിലും ഉള്ളതുപോലെ തന്നെ മാമൂൽ എന്നു പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാരുണ്ടാകും. സ്ത്രീധനം ഹറാമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് ഓർക്കുക. ആ നാട്ടിൽ സ്ത്രീധനമില്ലാതുകൊണ്ട്, കുറഞ്ഞതുകൊണ്ട് അങ്ങനെ എത്ര കുടുംബത്തെയാണ് ഓരോ ഇസ്ലാം മതവിശ്വാസമുള്ളവർ എന്നു പറയുന്ന മുസ്ലിം നാമധാരികൾ എന്തൊക്കെ കാണിച്ചുകൂട്ടിയത്. വീട്ടിൽ നിന്നും ഇറക്കിവിടുക, മർദ്ദനം, ചീത്ത വിളിക്കുക തുടങ്ങിയവ. 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കണ്ണടച്ചു നിന്നത് നിങ്ങളെയും നരകത്തിലേക്ക് എറിയാനാണ് എന്ന്. മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങിയവയുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി കണ്ണൂർ ജില്ലയിൽ സ്ത്രീധനം വാങ്ങൽ കൊടുക്കൽ കുറഞ്ഞുവന്നത് വലിയ കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാ. മുസ്ലിം വക്താക്കൾ എന്നു പറയുന്നവർ അവിടെയൊന്നും കണ്ടില്ല എന്നു മാത്രം. അല്ല, ഇങ്ങനെ സ്ത്രീധനം വാങ്ങിയവരാണ് ഇപ്പോഴ് പള്ളിക്കമ്മിറ്റി, മഹല്ല് കമ്മിറ്റി പോലുള്ളയുടെ തലപ്പത്തുള്ളത് എന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. നിങ്ങൾക്ക് നല്ല മനസ്സുകൊണ്ട് നിങ്ങൾക്ക് നൽകുന്നതിനെ ഇസ്ലാം നിരോധിച്ചതില്ല. പക്ഷേ നിങ്ങൾ അർഹതയില്ലാത്തത് മോഷ്ടിക്കുകയോ പിടിച്ചുപറിയുകയോ ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ സംബന്ധിച്ചാൽ നിങ്ങൾക്ക് നാളെ നരകം ശാശ്വതമായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് ഓർക്കുക. സ്ത്രീകളെ വിവാഹമാണ് കഴിക്കുന്നത്, കച്ചവടമല്ല. കച്ചവടത്തിനു പോലും വലിയ നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ. അതിനേക്കാളും വലിയ ഒരു പ്രധാന ഘടകമായ വിവാഹത്തെയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് കണ്ടില്ല എന്ന് നടക്കുന്ന ഉസ്താദുമാർക്ക് വലിയ നാശം തന്നെ. ഇങ്ങനെ നടത്തുന്ന വിവാഹത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ശ്രമിക്കുക.